അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതം ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. സാധാരണ ഉള്ള പോലെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ബ്രെഡ്, ഓംലെറ്റ്, അതെല്ലാമാണ് ഇവിടെ ഉള്ളത്. പല ടൈപ്പ് ബ്രെഡുകൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു. എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ചിലരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ കഴിച്ചു കഴിഞ്ഞ് പോയി. ഇതെല്ലാമാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ചൈനയിൽ തന്നെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയിലേക്കാണ്. അതായത് 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, അതായത് 7 അത്ഭുതങ്ങൾ ഭൂമിയിലെ, അതിലെ ഒരു അത്ഭുതത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ബസ്. ഇതിലേക്കാണ് ഞാൻ ഇനി കയറാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യം പോകുന്നത് ആ അത്ഭുതത്തിൻ്റെ അടുത്തേക്കാണ്, ചൈന വാൾ. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഹർഷ്യൻ. എല്ലാവരും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങളെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ് കാണുന്നത്. ചൈന ആധുനികത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പച്ചപ്പിനും മറ്റുള്ള വൃക്ഷങ്ങളുടെ വളർച്ചയ്ക്കും എല്ലാത്തിനും ചൈന അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഇന്നലെ നമ്മൾ വന്ന് കണ്ട ചത്തുരങ്ങളും മറ്റുമൊക്കെ. അതെല്ലാം കടന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ട് നീങ്ങുമ്പോഴും കാണുന്ന കാഴ്ചകൾ ഈ പച്ചപ്പും കാര്യങ്ങളുമാണ്. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഇതുപോലെ വലിയ വലിയ ഫ്ലാറ്റുകളും മറ്റും എല്ലാം കാണാം. ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റുകളും മറ്റുമാണ്. അങ്ങനെ വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. മറ്റുള്ള സഹയാത്രികൾ പലരും പാട്ടുപാടിയും പല ഗെയിംസിലുമൊക്കെ എൻഗേജ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ പുറമേത്തെ കാഴ്ചകൾ കഴിയുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ ഇന്നലെ കണ്ട സ്റ്റേഡിയം, ഒളിമ്പിക് സ്റ്റേഡിയം. അത് പിന്നിട്ട് മുന്നോട്ട് നീങ്ങി ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ആ അത്ഭുത നിർമ്മിതിയുടെ അടുത്തേക്കാണ്. ഈ മുന്നിൽ പോകുന്നതാണ് നമ്മളുടെ അവിടുത്തെ ബീജിങ്ങിലെ ഗൈഡ്. ആ പോകുന്ന റോപ്പ് വേയിലാണ് നമ്മൾ പോകേണ്ടത്. ചൈനയുടെ വൻമതിൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൻമതിലാണല്ലോ. അതും 7 അത്ഭുതങ്ങളിലെ ഒരു അത്ഭുതം കൂടിയാണത്. ആ അത്ഭുതം കാണാനാണ് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും പോകുന്നത്. നീണ്ട ക്യൂ ആണ് അവിടേക്ക് പോകാൻ. ഇവിടെ എഴുതി വെച്ച് കേബിൾ കാർസ് ടു ദ ഗ്രേറ്റ് വാൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ കയറി യാത്ര തുടർന്നു. കേബിൾ കാറിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ വനനിബിഡമാണ് കാഴ്ച. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിലേക്ക് ഉള്ളൊരു യാത്ര പോലെയാണ്. കേബിൾ കാറിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്രയായി. ഇങ്ങനെ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇനി ഞങ്ങൾക്ക് അത്ഭുത നിർമ്മിതിയുടെ അടുത്തേക്ക് എത്താൻ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ അടുത്തേക്ക് എത്താൻ. ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് യാത്ര തുടരുകയാണ്. ചിലരതെല്ലാം കണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. ഇവിടെയാണ് ശരിക്കും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. അതായത് ആ വൻമതിലിൻ്റെ അവിടെ പല വർക്കും പലതൊക്കെ നടക്കുന്നുണ്ട്. ജനങ്ങൾ അത്രയ്ക്കും ഇവിടേക്ക് ഒഴുകി വരികയാണ്. നൂറ്റാണ്ടുകൾ മുന്നേ പണിത ഒരു ബൃഹത് നിർമ്മിതിയാണ്. കേബിൾ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അങ്ങോട്ടേക്കുള്ള നടപ്പാത. ഇത്തിരി കഠിനമാണ് കയറി വരാൻ. എങ്കിലും ഞാൻ കയറി മുകളിൽ നിന്ന് അതിൻ്റെ ചിത്രീകരണങ്ങൾ ഷൂട്ട് ചെയ്യുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്കൊരു അഭിമാനം തോന്നും. കാരണം ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതത്തിൻ്റെ മുകളിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. പലരും പല സ്ഥലത്തു നിന്നും ഫോട്ടോയും മറ്റുമെല്ലാം എടുക്കുന്നുണ്ട്. ഇതിലൂടെ മുഴുവൻ പോകാൻ ഞങ്ങൾക്കിന്ന് സമയമില്ല. എങ്കിലും കഴിയുന്നതും പറ്റുന്ന പോലെയെല്ലാം നടന്ന് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് അധികം പേരും ഫോട്ടോ എടുക്കുന്നത്.
ഇപ്പോൾ ഈ ഒരു ജനത്തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു തിരക്കാണ് ഇവിടെ എന്നുള്ളത്. പലരും അവിടുത്തെ സാധാരണക്കാരൊക്കെ ആയിട്ട് കൂടെ നിന്ന്, ഞങ്ങളുടെ കൂടെ വന്നവർ തന്നെ അവിടുത്തെ സാധാരണക്കാരെ കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നു. അവർക്കും ഒരു കൗതുകം. അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതിൽ അങ്ങനെ കുറേ ദൂരം പോകുന്നുണ്ട്. ഈ മതിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 21,000 കിലോമീറ്ററോളം നീളം വരുന്ന ഒരു മതിലാണ്. ഇത് ശരിക്കും പണിതത് ഒരു ഡിഫൻസ് എന്ന രീതിയിലാണ്. അത് മിങ് ഡൈനാസ്റ്റീൻ്റെ കാലത്ത് കല്ലും എല്ലാം വെച്ചിട്ടാണ് ശരിക്കും ഇത് പണിതത്. പിന്നെ 7th സെഞ്ച്വറി 7ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം വരുന്നത്. അതും ഇവിടുത്തെ ആ കാലത്തെ രാജാവായ ഖിൻ ഷി ഹുവാങ് ആണ് ഇതിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണത്തിന് പങ്കുവെച്ചത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ആ ഒരു നിർമ്മിതിയുടെ കാഴ്ചകളെല്ലാം കണ്ട് അതിൻ്റെ അത്ഭുതത്തിൽ ഞങ്ങൾ വീണ്ടും യാത്ര വന്ന സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു വരികയാണ്. ടണലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഞങ്ങളുടെ യാത്ര. കൂടെയുള്ള ചില സഹയാത്രികളെല്ലാവരും പോയി കഴിഞ്ഞു. ഞങ്ങളങ്ങനെ കേബിൾ കാർ കയറി രണ്ടാമതും താഴേക്ക് ഇറങ്ങുകയാണ്. ഒരു വല്ലാത്ത വലിപ്പമുള്ള അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷനാണ് ശരിക്കും ഈ ഒരു ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലത്തെ കുറേ സുവനീർ ഷോപ്പുകളും മറ്റും എല്ലാം കാണാം. ആൾക്കാർ ചിലരൊക്കെ അവിടുന്ന് പലതും പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിനി ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള പോക്കാണ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ഞങ്ങൾ ബസ്സിൽ കയറി ഇവിടെ എത്തിയതാണ്. ഇതൊരു ജെയ്ഡ് ഇൻഡസ്ട്രിയും കൂടിയാണ്. അതായത് നമ്മൾ കല്യാണത്തിന് സ്വർണം ഇങ്ങനെ കൊടുക്കുന്നോ അതുപോലെയാണ് ഇവർക്ക് ഇവിടെ ഈ ജെയ്ഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റൽ അവർ കല്യാണത്തിന് അധികം ഉപയോഗിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ അതിനിവിടെ ഭയങ്കര വിലയാണ്. അതിൻ്റെ ഉള്ളിലെ ഷൂട്ടിംഗ് അങ്ങനെ അനുവദിക്കുന്നില്ല. കാരണം പല കാരണങ്ങളുണ്ട്. നമ്മളെ പല ഗോൾഡ് സ്ഥലങ്ങളിലും, അതായത് ഗോൾഡ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ളിൽ ഷൂട്ടിംഗ് അധികം അനുവദിക്കില്ലല്ലോ. അതുപോലെ ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ പല നിർമ്മിതികളും പലതും കാണാം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളോട്ട് കയറി. ഇവിടെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ. ഇവിടുന്ന് ബുഫേ സിസ്റ്റമാണ്. ചൈനീസ് ഫുഡാണ്, ലോക്കൽ ഫുഡ്. എത്ര വേണമെങ്കിലും എടുക്കാം. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും ക്യൂ ആയി നിന്നുകൊണ്ട് എടുക്കുന്നു. ഞാനിതിൻ്റെ എല്ലാം ഷൂട്ടിംഗ് എടുത്തു. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടർന്നു. മുന്നോട്ടേക്ക് പോകുമ്പോൾ പുറമേയുള്ള കാഴ്ചകൾ ഇതേപോലെ ഗ്രീനറി മറ്റുമാണ്. ഇവിടെ ഇങ്ങനെ കുറേ വീടുകൾ, അതായത് വില്ല പോലെ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നു. ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു സ്ഥലത്ത് എത്തിയ ശേഷം വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ ഇറങ്ങി മുന്നോട്ടേക്ക് വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളുടെ കൂടെ ഗൈഡുണ്ട്. മുന്നിൽ കൊടി പിടിച്ചിട്ടാണ് പുള്ളി നടക്കുന്നത്. ഞങ്ങൾ ഇനി പോകുന്നത് ഒരു ചൈനീസ് ടെമ്പിൾ അല്ലെങ്കിൽ ഇവിടുത്തെ രാജാവിൻ്റെ ഒരു സമ്മർ പാലസ്, ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഞങ്ങൾ കവാടം കടന്ന് ഉള്ളിലേക്ക് കടന്നു. എവിടെയും കാണാവുന്ന ഒരു കാഴ്ച നല്ല വൃക്ഷങ്ങളും അതിൻ്റെ തണലും മറ്റുമാണ്. വൃക്ഷങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവർ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നു. ഒരു സ്ഥലത്തും ഒരു സാധനങ്ങളും വീണ് കിടക്കുകയോ മറ്റുമൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ ഓരോ കവാടം കിടന്ന് ഓരോ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള ഓരോരോ നിർമ്മാണങ്ങൾ ഇങ്ങനെ കാണാം. ഇവിടെ ഇവരുടെ പല ആചാരങ്ങളുടെയും അല്ലെങ്കിൽ
അവരുടെ ദൈവിക രൂപങ്ങളും മറ്റുമെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു. ഡ്രാഗൺ, പീക്കോക്ക് തുടങ്ങി പല മൃഗങ്ങളുടെയും എല്ലാം അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒരു വനത്തിൻ്റെ നടുവിലൂടെ നടത്തം തുടർന്നു. ഇതൊരു വലിയ ഏരിയയാണ്. അതായത് ഒരു വലിയൊരു ഏരിയ പണ്ട് രാജാവിന് സമ്മർ പാലസ് പോലെ വന്ന് താമസിക്കാനും പിന്നെ അതിനോടനുബന്ധിച്ച് അമ്പലവും മറ്റും എല്ലാമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടുന്ന് ഞങ്ങൾ ഇനി ചെറിയൊരു ബോട്ട് റൈഡിനാണ് പോകുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ്. ദൂരെ ഇങ്ങനെ പലതും കാണാം. ഓരോരോ നിർമ്മിതികളാണ്. പല അമ്പലങ്ങളും ചൈനീസ് കാര്യങ്ങളൊക്കെയാണ് അത് അവിടെ ഉള്ളത്. ഇതുപോലുള്ള പ്രൈവറ്റായിട്ട് ബോട്ട് എടുത്തിട്ട് പോകുന്ന പലരും ഉണ്ട് ഇവിടെ. ടൂറിസത്തിൻ്റെ വലിയൊരു മേഖല തന്നെയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. വീണ്ടും ഒരു നടുമുറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതും ചെറിയൊരു അമ്പലം പോലെയൊരു സ്ഥലമാണ്. ആൾക്കാരെല്ലാവരും അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഗൈഡ് അവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും എന്തൊക്കെയാണ് അതിലെ ചിത്രപ്പണികളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇതുപോലുള്ളൊരു ഇടനാഴിയിലൂടെ വീണ്ടും ഞങ്ങൾ നടത്തം തുടർന്നു. അതിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ ഇതെല്ലാമാണ്. ആളുകൾ പല സ്ഥലത്തു നിന്നും ഫോട്ടോയും വീഡിയോസും എല്ലാം എടുക്കുന്നു. ഈ ഓരോ നടന്നു പോകുന്നതിൻ്റെ മുകളിലുള്ള ഈ ബീമിലും മറ്റുമെല്ലാം പല ചിത്രപ്പണികളും മറ്റുമെല്ലാം കാണാം. അതും പുരാതന കാലത്തെ ചിത്രപ്പണികളും മറ്റുമാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബോട്ടിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ബോട്ടിൻ്റെ മേൽക്കൂരയും നല്ല രീതിയിൽ തന്നെ ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. എല്ലാവരും അവരവരെ സ്ഥലങ്ങളിൽ പോയിരുന്നു ബോട്ട് യാത്ര തുടർന്നു. നമ്മുടെ കൊച്ചി കായലിലെ ഒരു KSRTC ബോട്ടിൻ്റെ പോലൊരു ബോട്ടാണ്. എങ്കിലും ഇതിലൂടെ പോകുമ്പോൾ ഒരു മാലിന്യമോ മറ്റോ ഒന്നും കാണുന്നില്ല. ആ യാത്രയ്ക്ക് ഒടുവിൽ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഇറങ്ങി പതുക്കെ നടത്തം മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബോട്ടിൽ നിന്നിറങ്ങി മുന്നോട്ടേക്ക് യാത്ര തുടരുകയാണ്. ഇതൊരു വലിയ ഉദ്യാനമാണ്. സമ്മർ പാലസിന് വേണ്ടി രാജാവ് വന്ന് കാറ്റെല്ലാം കൊള്ളാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞ് ഒരു ചെറിയ പാലമുണ്ട്. ആ പാലം കയറി വേണം അപ്പുറത്തേക്ക് കിടക്കാൻ. പാലത്തിൻ്റെ പല സൈഡിൽ നിന്നും പലരും ഫോട്ടോ എല്ലാം എടുക്കുന്നു. നമ്മൾ ചൈനീസ് ഗൈഡ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ബസ്സിൽ കയറി വേണ്ടി യാത്രയായി. യാത്രയാകുമ്പോൾ കാണുന്ന കാഴ്ച നല്ല തെളിഞ്ഞ ജലമാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. നല്ല വൃത്തിയായി ഒരുക്കിയിട്ട പാതകളും മറ്റുമാണ് പോകുമ്പോഴുള്ള കാഴ്ച. ചൈനയിൽ വളരെ കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിലും ഇന്ത്യ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലമാണെങ്കിലും ഇവിടെ
വൃത്തിയുടെ കാര്യത്തിൽ അവരൊരു കോംപ്രമൈസും ചെയ്യാതെ വളരെ വൃത്തിയായി തന്നെ എല്ലാ സ്ഥലങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ കയറാൻ പോകുന്ന ഈ ഒരു ചെറിയൊരു ഷോയിലേക്കാണ്. അതായത് ഇവരുടെ തനതായുള്ള ഡാൻസും പല രീതിയിലുള്ള ഷോവും മറ്റുമാണ്. പലരും ഡ്രാഗൻ്റെ വേഷമെല്ലാം അണിഞ്ഞുള്ള ഷോ. തുടക്കാൻ കുറച്ച് സമയം കഴിയപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് വെറുതെ ക്യാമറ എടുത്ത് ഇങ്ങനെ നടന്നു. അപ്പുറത്തൊക്കെ സുവനീർ ഷോപ്പുകളും മറ്റുമാണ് കാഴ്ച. ഒരു കാപ്പി കുടിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയതെങ്കിലും കാപ്പിയേക്കാൾ കൂടുതൽ ഇവിടെ ഐസ്ക്രീം മറ്റുമാണ് വിൽക്കുന്നത്. ഞാനിങ്ങനെ ചില ഷോപ്പുകളിലെല്ലാം കയറി അവിടുത്തെ സാധനങ്ങളും മറ്റുമെല്ലാം ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഉള്ള കാഴ്ച ഇതേപോലത്തെ ഓരോ രൂപങ്ങളിട്ട് ആൾക്കാർ ഡാൻസ് കളിക്കുന്നതും മറ്റുമാണ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. അധികം വന്നിരിക്കുന്നത് വിദേശീയരാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നു.
അങ്ങനെ ഞങ്ങൾ ആ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി രാത്രിയിലെ അത്താഴം കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. ഞങ്ങൾ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ്. ഇന്ന് രാത്രി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അത്താഴം. ഇതെല്ലാം ഇവിടുത്തെ ഷോപ്പുകളും മറ്റുമാണ്. സന്ധ്യയാകുന്നു. അപ്പോഴത്തേക്കും ലൈറ്റിങ്ങും മറ്റുമെല്ലാം ചെയ്ത് വളരെ രാത്രിയെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ രാത്രിയിൽ ഞങ്ങൾ അത്താഴം കഴിക്കാൻ പോകുന്ന ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ കിച്ചണാണ്. ബുഫേ സിസ്റ്റമാണ്. ഇന്ത്യൻ ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടത്തെ എപ്പിസോഡുകളിലും മറ്റേലും എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നമ്മളുടെ ബസ്മതി റൈസും മറ്റും എല്ലാമാണ്. ഇവിടെ രജനീകാന്തിൻ്റെയൊക്കെ ഫോട്ടോയും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനൊന്ന് പുറത്തിറങ്ങി. അതിൻ്റെ തൊട്ടടുത്തൊക്കെ പല ചൈനീസ് റെസ്റ്റോറൻറ്റുകളും മറ്റുമെല്ലാം ഉണ്ട്. ആളുകൾ അവിടെയെല്ലാം ഇരുന്ന് ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കുന്നു. ഇവിടെ ഒരു ചെറിയ വാക്കിംഗ് സ്ട്രീറ്റ് പോലെയാണ്. ആൾക്കാർക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം, സമയം കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. പലരും വരുന്നു, കപ്പിൾസ് എല്ലാവരും വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഹോട്ടലിലേക്ക്, ഇന്നലെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് യാത്രയായി. അങ്ങനെ ഇന്നത്തെ നല്ലൊരു ദിവസം ഞങ്ങൾ ഓർമ്മയിലാക്കി ഞങ്ങളുടെ ഉറക്കത്തിലേക്ക് മുന്നോട്ട് നീങ്ങി.